സ്പാച്ചിലിൽ തന്നെ ഓയിൽ എടുത്തിട്ട് ഒന്നിങ്ങനെ തടവി കൊടുക്കുക. ഇന്ന് നമ്മൾ ചേന വെച്ചിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് യൂട്യൂബിൽ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതിനായിട്ട് ചേന നന്നായി വൃത്തിയായി കഴുകി കഷ്ണങ്ങളാക്കി കുക്കറിലിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ഫസ്റ്റ് വിസിൽ വരുമ്പോൾ സിമ്മിൽ വെച്ച് ഒരു 5 മിനിറ്റും കൂടെ വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കിട്ടും. വെള്ളമൊക്കെ കളഞ്ഞ് കഷ്ണങ്ങൾ മാത്രം എടുത്തിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കാം. ചേന നല്ലതാണ് കേട്ടോ. കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് വരെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയ ചേന കൊണ്ടുള്ള ഈ സാധനം കൊടുക്കാം. നമുക്ക് 2 കപ്പ് കിട്ടി ചേന ഉടച്ചത്. ഇനി നമുക്ക് ഇഞ്ചി, പച്ചമുളക്, സവാള വേണം. പിന്നെ ഒരു പാത്രം ബൗൾ വെച്ചിട്ട് അതിലേക്ക് 1/4 കപ്പ് നാളികേരം ചെരുകിയത്, 1/4 കപ്പ് അരിപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് എല്ലാം കൂടെ നമ്മൾ പുട്ടിൻ്റെ പൊടി നനയ്ക്കുന്ന പോലെ ഇങ്ങനെ നന്നായിട്ട് തിരുമ്മിയെടുക്കുക. ആ നാളികേരത്തിൻ്റെ വെള്ളമൊക്കെ പൊടിയിലാവട്ടെ. ഉപ്പ് ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അതിലേക്ക് 1/4 കപ്പ് സവാള പൊടിയായി അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ പച്ചമുളക്, പിന്നെ കറിവേപ്പില വലുതാണെങ്കിൽ കുനുകുനാന്ന് അരിഞ്ഞിട്ടോളൂ. ഇതിലേക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ചേന ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. കൈ കൊണ്ടായാലും കുഴപ്പമില്ല. കൈ കൊണ്ട് കുഴയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കയ്യിലാക്കാണ്ട് തന്നെ സ്പൂൺ വെച്ചിട്ട് കുഴച്ചെടുക്കാം. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഒന്ന് നോക്കാം കേട്ടോ. ഇവിടെ ഇത്തിരി ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. വീണ്ടും എല്ലാതും നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ 10-15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അതിനുശേഷം നമ്മളിത് ഒന്നും കൂടെ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക, ഒന്നും കൂടെ കുഴച്ചെടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തവ സ്റ്റൗവിൽ വെക്കുക. ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തവ ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. ആയി കഴിഞ്ഞാൽ പിന്നെ സിമ്മിൽ വെക്കുക. സിമ്മിൽ വെച്ചിട്ട് നമ്മൾ ഇതിൽ നിന്ന് കയ്യിൽ എണ്ണ പറ്റിയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം. അപ്പോൾ ഇത് ചേന അട എന്നാണ് ഇതിന് പേര്. അപ്പോൾ നമുക്ക് അടയുടെ ഷേപ്പിലോ വാഴയിലയിൽ വേണമെങ്കിൽ പരത്തി ചുട്ടെടുക്കാം. അപ്പോൾ ആ തവയിലും കുറച്ച് ഓയിൽ പരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെക്കുന്ന സമയത്ത് നമ്മൾ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. പാൻ ചൂടായി കഴിഞ്ഞാൽ പിന്നെ സിമ്മിൽ വയ്ക്കുക. അതിന് ശേഷമാണ് ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ അട പോലെ വലുപ്പത്തിലായാലും പരത്താം. ഇവിടെ ഇപ്പോൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പ് പോലെയാണ് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പാച്ചുല കൊണ്ട് ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ കിട്ടും. പിന്നെ അതിൻ്റെ മുകളിൽ സ്പാച്ചുലയിൽ തന്നെ ഓയിൽ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തടവി കൊടുക്കുക. ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലെയിം സിമ്മിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് കൂട്ടി കൊടുക്കുക. 10 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. അപ്പോൾ ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് മറിച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ അടിയിൽ ഒട്ടിപ്പിടിക്കും. 10 മിനിറ്റ് വേണം ഇത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടാനായിട്ട്. അപ്പോൾ ഈ 10 മിനിറ്റുള്ളിൽ ഇതിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുക. ഓയിലൊന്ന് തടവി കൊടുക്കാൻ മറക്കണ്ട മുകളിൽ. കുറേ ഓയിലൊന്നും വേണ്ട കേട്ടോ. അത് കണ്ട, അത് അടിയിൽ ഒട്ടിപ്പിടിച്ചു. പെട്ടെന്ന് എടുക്കാൻ നോക്കിയപ്പോഴേ അടിയിൽ ഒട്ടിപ്പിടിച്ചതാണ്. 2 മിനിറ്റ് ഒന്ന് കിടന്നിട്ട് പിന്നെ എടുത്താൽ മതി. ആദ്യത്തെ പ്രാവശ്യം അങ്ങനെയാണ്. പിന്നെ നമുക്ക് രണ്ടാമത് മറിച്ചിടുമ്പോൾ പിന്നെ ഒട്ടിപ്പിടിക്കില്ല. എല്ലാം ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ലൊരു ഡിഷാണ് കേട്ടോ. ഹെൽത്തിയാണ്. കാരണം ചേന ഏറ്റവും നല്ലതാണ്. ചേന കഴിക്കാൻ മടിയുള്ള ഒരു കുട്ടികൾക്ക് ഇത് ചേനയാണെന്ന് അറിയേയില്ല. നല്ല മണവും പച്ചമുളകും വേപ്പിലയും ഇഞ്ചിയും ഒക്കെ സവാളയൊക്കെ കൂടിയിട്ട് നല്ല മണമാണ്. ശരിക്കും ഇത് പരിപ്പോടെയൊക്കെ കഴിക്കുന്ന പോലത്തെ മണമാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടും. ഇനി അടുത്ത ബാച്ച് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ വീണ്ടും തവയിൽ ഓയിലിങ്ങനെ തടവി കൊടുക്കുക.
ഇതുപോലെ ഷേപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ചൂട് സിമ്മിൽ വെച്ചാൽ മതി കേട്ടോ. സിമ്മിനേക്കാളും കുറച്ചും കൂടെ കൂട്ടി മുകളിൽ ഇങ്ങനെ സ്പാച്ചിലിൽ തന്നെ ഓയിൽ എടുത്തിട്ട് ഇങ്ങനെ തടവി കൊടുക്കുക. അരികൊക്കെ ഇങ്ങനെ ഷേപ്പ് ചെയ്യാനായിട്ട് അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ സൗകര്യമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അടയല്ലേ, അട ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാമല്ലോ. വാഴയിലയിൽ ഇങ്ങനെ മടക്കിയിട്ടുള്ള ആ ഷേപ്പ് വേണമെങ്കിൽ അത്, റൗണ്ട് ആണെങ്കിൽ അത്, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതും ഇതുപോലെ തന്നെ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ചേന കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മൾ മെനോപോസ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ചേന കഴിച്ചാൽ ഈസ്ട്രജൻ ഹോർമോൺ നന്നായി കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചേന എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാമല്ലോ. ഇത് അധികം ഫ്രൈ ചെയ്തൊന്നും എടുക്കാത്തതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇതുപോലെ ചേന ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടും തന്നെയാണ് വിശ്വാസം. നല്ലൊരു ഹെൽത്തി ഡിഷാണിത്. ശരിക്കും ഇത് നല്ല ചൂടോടുകൂടി കഴിക്കണം കേട്ടോ. ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് കൂടുതൽ സ്വാദ്. അല്ലെങ്കിൽ പിന്നെ ചൂടാറിയിട്ടാണെങ്കിൽ പിന്നെ ഒന്നും കൂടെ ഒന്ന് തവ ചൂടാക്കി അതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുത്താൽ മതി. ചൂടുള്ളപ്പോൾ ശരിക്കും കട്ട്ലറ്റ് കഴിക്കണ പോലെയൊക്കെ തോന്നും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം തന്നെയാണ് ഞാൻ പറയണത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്. പിന്നെ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്കൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.